ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. തൃശ്ശേരി ക്ഷേത്രത്തിൽ എല്ലാവരും കൂടി രാവിലെ ഒന്ന് പോയി തൊഴണമെന്ന്. പിന്നെ ഇവരെന്നെ കൂട്ടാണ്ട് ഇതിന്റെ ഇടയ്ക്ക് പോയി തൊഴുതിട്ടൊക്കെ വന്നാണ് കേട്ടോ, മാളും മക്കളെല്ലാം. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ചു പോകുമ്പോഴതല്ല, അങ്ങനെ നേരെ തൃശ്ശേരി ക്ഷേത്രത്തിൽ കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. തിരുമേനി അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. എല്ലാവരും നമ്മളോട് ഭയങ്കര കെയറിങ് ആണ്. എത്ര പരിചയമില്ലാത്ത ചെന്നാലും അവർ ഭയങ്കരമായിട്ട് നമ്മളോട് കെയറിങ്ങോട് കൂടിയാണ് സംസാരിക്കുക കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടന്നതിന് ശേഷം അവിടുത്തെ തിരുമേനി വന്നിട്ട് പറഞ്ഞു, ദർശനം ഇവിടെ നല്ല തുടങ്ങണം. ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ പോയത് ഈ ആലിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ ചെന്ന് പറഞ്ഞു ഇവിടെ നല്ല നേരെ അപ്പർ സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പിന്നെ ഒന്ന് നോക്കിയില്ല, അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ ചെന്നത് വെള്ളത്തിലാണ് കേട്ടോ ഇവിടുത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. നേരെ അവിടെ ചെന്ന് അവിടുത്തെ ഒരു പ്രദക്ഷിണമൊക്കെ വെച്ച് എല്ലാവരും അവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നിർബന്ധമൊന്നുമില്ല, നമ്മുടെ മനസ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി തൊഴുതിട്ട് പോരുക എന്ന് തിരുമേനി നമ്മളോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി അന്നദാനം കഴിക്കാനാണ് കേട്ടോ. അന്നദാനത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സാമ്പാറും ഉപ്പേരിയും അച്ചാറും പപ്പടം ഇല്ല കേട്ടോ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ചോറിന്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ അന്നദാനം ഉള്ളത്. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചതിന് ശേഷം മണിക്കൂട്ടർ ഒരു പ്രത്യേകതയുണ്ട്. പായസം നിർബന്ധമാണ് ആൾക്ക്. പായസം കിട്ടിയില്ലെങ്കിൽ ആൾ തെറ്റും. അതുപോലെ തന്നെ കേട്ടോ മാളും കുഞ്ഞുവിന് തന്നെ അത്ര നിർബന്ധമില്ല, എന്നാലും പായസത്തിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കുടിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ പായസമെല്ലാം കുടിച്ച് നേരെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നമ്മൾ നേരെ തിരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് കുളത്തിൻ്റെ അവിടെ നിന്നും രണ്ട് ഫോട്ടോസും കുഞ്ഞും അമ്മയും കൂടി നല്ല ഫോട്ടോസും. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് നേരെ തിരിച്ചു.